മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ ധന്യമായ 2 പ്രഭാഷണങ്ങൾ, ഒന്ന് കോട്ടയം തിരുനക്കര അമ്പലത്തിനടുത്തുള്ള സ്വാമിയാർ മഠത്തിലെ 2 ശ്രീനാരായണ ഗുരുദേവ കർമ്മമണ്ഡലത്തിലുള്ളവര് കായംകുളം മുതുകുളത്ത് സംഘടിപ്പിച്ച ഒരു പ്രഭാഷണം. ധന്യമായ 2 പ്രഭാഷണത്തിലും ശരിക്ക് നമ്മുടെ സമൂഹത്തിൽ വരുന്ന വളരെ വളരെ വലിയ മാറ്റം നന്നായിട്ട് കാണാൻ സാധിച്ചു, കേൾക്കാൻ സാധിച്ചു, അനുഭവിക്കാൻ സാധിച്ചു. ഈ കർട്ടൻ പുറകിലിട്ട് ഒരു മുറിക്കകത്തിരുന്ന് ധാരാളം വിഷയങ്ങളെക്കുറിച്ച് പഠിച്ചത് വിവരിച്ചു കൊടുക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും പ്രചരിപ്പിക്കുമ്പോഴും അതിനായിട്ട് പ്രവർത്തിക്കുമ്പോഴും ഏത് രീതിയിലാണ് ആ സന്ദേശങ്ങൾ ലോകമെമ്പാടുമുള്ള മലയാളികളും അതുപോലെ ഈ വിഷയത്തിൽ താല്പര്യമുള്ളവരും വാട്സപ്പിലൂടെയും യൂട്യൂബിലൂടെയും ബ്ലോഗിലൂടെയും മറ്റു വഴികളിലൂടെയും ഓരോ ജനതയ്ക്കും എത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ പ്രതിഫലനമായിട്ട് ഇന്നലെ രാവിലെ നടന്ന നാരായണീയം, വൈകുന്നേരം നടന്ന ഭാഗവത വിവരണം ജനങ്ങളുടെ മനസ്സിലേക്ക് തറച്ചു കയറുകയുണ്ടായി. ഹിന്ദു ധർമ്മത്തിലെ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഇപ്പോൾ നടക്കുന്ന ചില തിന്മകളും എല്ലാം നാരായണീയത്തിൻ്റെ വിഷയമായിക്കൊണ്ട് തന്നെ പറഞ്ഞു. 1500-ലധികം വ്യക്തികൾ, അതും വളരെ മധ്യവയസ്കരും താഴെയുള്ളവരും ഉൾപ്പെടെയുള്ളവര് ഈ പ്രഭാഷണം കേട്ട് നാരായണീയം പഠിക്കേണ്ടത് ഭക്തിക്ക് വേണ്ടി മാത്രമല്ല, നാരായണീയം പഠിക്കുന്നവരും നാരായണീയം കേൾക്കുന്നവരും അതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് പരദൂഷണവും കുറ്റമാരോപിക്കലും തെറ്റ് കണ്ടുപിടിക്കലും മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള ചർച്ചകളിലേക്ക് പോകലുമെല്ലാം നാരായണീയം കേട്ടതിൻ്റെ പ്രയോജനമില്ലായ്മയാണ് കാണിക്കുന്നത്. നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾ ചുറ്റും കാണുന്നോ കേൾക്കുന്നോ, നമ്മൾ ഏതെല്ലാം വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുവോ ചിന്തിക്കുന്നുവോ, അതിൽ നിന്നൊരു ചെറിയ അംശം നല്ലത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി ആ ജീവിതത്തെ ഇന്നലത്തേതിൽ നിന്ന് ഇന്നത്തേക്കും ഇന്നത്തേതിൽ നിന്ന് നാളത്തേക്കും ചെറിയ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാക്കുമ്പോഴാണ് ശരിക്കും ലൈഫ് ഈസ് ഗ്രോത്ത് ഈസ് ലൈഫ് എന്ന് പറയാൻ സാധിക്കുന്നത്. ജീവിതം എന്ന് പറയുന്നത് വളർച്ചയാണ്, വളർച്ച എന്ന് പറയുന്നത് ജീവിതമാണ്. സ്റ്റാഗ്നേഷൻ ഈസ് ഡെത്ത് ഈസ് സ്റ്റാഗ്നേഷൻ. തളർച്ച, തകർച്ച, വരൾച്ച അത് സ്റ്റാഗ്നേഷനാണ്, അത് നശീകരണമാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ എക്സ്പാൻഷൻ ഈസ് ഗ്രോത്ത്, കോൺട്രാക്ഷൻ ഈസ് ഡെത്ത്. വികസിക്കണം. മനസ്സും വീക്ഷണവും ജീവിതവും ചിന്തകളും നമ്മൾ ഓരോന്നിൽ നിന്ന് കാര്യങ്ങൾ അറിഞ്ഞ് നമ്മുടെ മുമ്പോട്ടുള്ള പ്രയാണവും വികസനത്തിനായിരിക്കണം. അത് വളരെ ഭംഗിയായിട്ട് 2 മണിക്കൂർ കൊണ്ട് നാരായണീയത്തിലെ 100 ദശകങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പ്രിന്റ് ചെയ്ത് കയ്യിൽ കൊടുത്ത് അതിലെ പ്രധാനപ്പെട്ട 20 പോയിന്റുകളെ എങ്ങനെ 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്ന രീതിയിൽ വിവരിച്ചു കൊടുത്തു. 100 പോയിന്റുകളും വിവരിച്ചില്ല, 10-20 പോയിന്റുകൾ വിവരിച്ചിട്ട് പറഞ്ഞു ബാക്കി ഹോംവർക്കായിട്ട് താനെ ചെയ്യാൻ ശ്രമിക്കുക. നാരായണീയം പഠിച്ചിട്ട് നമ്മളുടെ മനസ്സിൽ ഒരു മാറ്റവും ഉണ്ടായില്ല എങ്കിൽ, നമ്മൾ ആത്മീയമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിട്ട് നമ്മളുടെ മനസ്സിലും ചിന്തകളിലും വീക്ഷണങ്ങളിലും പെരുമാറ്റത്തിലും വാക്കുകളിലും
മാറ്റങ്ങൾ ഉണ്ടായില്ല എങ്കിൽ അതിനേക്കാൾ എത്രയോ നല്ലത് മലയാളത്തിലെ നല്ല നല്ല സിനിമകളുണ്ട്. ആ സിനിമകൾ കണ്ട് നമ്മളുടെ മനസ്സിൽ മാറ്റം ഉണ്ടാകുമെങ്കിൽ ഇതുമാതിരിയുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കുന്നതിനേക്കാൾ പുണ്യം അതുമാതിരിയുള്ള സിനിമകൾ കാണുന്നതാണ്. അതിൽ ഏത് വലുത്, ഏത് ചെറുത്, ഏത് നല്ലത്, ഏത് മോശം എന്ന അർത്ഥത്തിലല്ല പറയുന്നത് എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു, ഏതൊന്നാണോ നമ്മളുടെ മനസ്സിൽ മാറ്റം ഉണ്ടാക്കുന്നത് അതാണ് ആത്മീയത. അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ മൃതം ഗമയ. ഏതൊന്നാണോ ശരീരത്തിനെ അനാരോഗ്യത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതാണ് ഭക്ഷണവും പോഷകാംശവും. മനസ്സിനെ അനാരോഗ്യത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആത്മീയതയും ചിന്തകളും. ശരീരത്തെ അനാരോഗ്യത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത് ശരിക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും പോഷകാംശവുമാണ്. ഇത് രണ്ടും ഒരുമിച്ച് വളർന്നാലേ ശരീരം മാത്രം വളർന്നു മനസ്സ് വളർന്നില്ല എങ്കിൽ, മനസ്സ് മാത്രം വളർന്നു ശരീരം വളർന്നില്ല എങ്കിൽ നമ്മൾ അബ്നോർമാലിറ്റി ആണെന്ന് പറയും. അതാണ് അബ്നോർമൽ. ഇപ്പം നാരായണീയത്തിലെ ഓരോ വരിയും അതിൽ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയെക്കുറിച്ച്, അതിൽ സയൻസ് എന്താണ്, അതുപോലെ തന്നെ പരിണാമം എന്താണ്, അതുപോലെ തന്നെ ഗജേന്ദ്ര മോക്ഷം എന്നുള്ളതിൻ്റെ സന്ദേശം എന്താണ്, അതുപോലെ തന്നെ കപില മഹർഷി എന്താണ് അമ്മയ്ക്ക് വേണ്ടി ചെയ്തത്, എന്താണ് ദേവഹൂതി പഠിച്ചത്, എന്താണ് പ്രഹ്ലാദൻ സ്വന്തം അച്ഛൻ തിന്മ ചെയ്യാൻ പറഞ്ഞിട്ടും തിന്മ ചെയ്യാത്ത മകൻ, നന്മയിൽ മാത്രം നിലനിന്ന പ്രഹ്ലാദൻ എന്ത് സംഭവിച്ചു, അച്ഛൻ്റെ മടിയിലിരിക്കാൻ സാധിക്കാതെ വന്ന മകനോട് അമ്മ ജീവിത ലക്ഷ്യം അച്ഛൻ്റെ മടിയിലിരിക്കലല്ല അതിനേക്കാൾ ഉജ്ജ്വലമാക്കണം എന്ന് പറഞ്ഞു. ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്നത് ഒരു രാജാവിൻ്റെ കഥയാണ്, ആനയുടെ കഥയല്ല. താൻ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ട് ഇനി രക്ഷപ്പെടാൻ സാധിക്കില്ലെന്ന് വന്ന സമയത്താണ് എല്ലാം ഈശ്വരനിൽ സമർപ്പിച്ചത്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുന്ന വേളയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും നമ്മളുടെ ഉത്തരവാദിത്വമാണ് നമ്മളെ പ്രശ്നങ്ങളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും നമ്മളെ ഉയർത്തേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അത് പൂർണ്ണമായും ചെയ്തതിന് ശേഷം വേണം ബാക്കിയുള്ളത് ഈശ്വരനിൽ അർപ്പിക്കാൻ. വേണ്ട സമയത്തും വേണ്ടാത്ത സമയത്തും ഈശ്വരൻ എന്നെ കാത്തുകൊള്ളുമെന്ന് പറഞ്ഞ് ആ ഈശ്വരനിലെല്ലാം അർപ്പിക്കൽ അല്ല ആത്മീയത. ഈശ്വരനെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് നമ്മൾ ചെയ്യേണ്ടത് പൂർണ്ണമായിട്ടും ചെയ്യുക, എന്നിട്ടുള്ളത് ഈശ്വരന് സമർപ്പിക്കാം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ വിവരിച്ചു. കുറേ യാഗം നടത്തിയത് കൊണ്ടോ, കോഴിയെ അറുത്ത് ദേവിക്കോ ഭഗവതിക്കോ ഭദ്രകാളിക്കോ കൊടുത്തതുകൊണ്ടോ, ആടിനെ അറുത്തിട്ട് ദുർദേവതയെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ടോ, കള്ള് നിവേദിച്ചതുകൊണ്ടോ, അശ്ലീല പാട്ട് പാടിയതുകൊണ്ടോ അതൊന്നും ആത്മീയതയാവില്ല എന്ന് ഭാഗവതത്തിലെ പ്രാചീന മഹർഷിന്റെ കഥ നാരായണീയത്തിൽ വിവരിക്കുന്നത് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. ശരിക്കും 2 മണിക്കൂർ നാരായണീയത്തെക്കുറിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ അത് പ്രയോജനപ്പെടുത്താമെന്ന് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞു. ഏത് പുരാതന ഗ്രന്ഥങ്ങളും അതേപോലെ പഠിക്കലല്ല ഇന്നത്തെ കാലഘട്ടത്തിലെ ആവശ്യം. അതിൽ അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും വരുത്തണം. എന്നിട്ട് അഡോപ്റ്റബിലിറ്റിയും അഡാപ്റ്റബിലിറ്റിയും നോക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ യോജിച്ചതെല്ലാം എടുക്കണം. അതിൽ പണ്ടുള്ളവർ അങ്ങനെ ചെയ്തിരുന്നു, ഇങ്ങനെ ചെയ്തിരുന്നു, അതുകൊണ്ട് ഞാനും അത് ചെയ്യുന്നു എന്നുള്ളതല്ല. പണ്ടുള്ളവർ പണ്ടത്തെ കാലത്തിന് വേണ്ടി ചെയ്തിരുന്നു, ഇന്നുള്ളവർ ഇന്നത്തെ കാലത്തിന് വേണ്ടി ചെയ്യണം. അപ്പോൾ പണ്ട് കഴിച്ചിരുന്ന ഭക്ഷണമല്ല ഇന്ന് നമ്മൾ കഴിക്കുന്നത്. പണ്ട് ഭക്ഷണം പാകം ചെയ്ത രീതിയിലല്ല ഇന്ന് ഭക്ഷണം പാകം ചെയ്യുന്നത്. പണ്ട് എണ്ണവിളക്കും മണ്ണെണ്ണ വിളക്കും ഉപയോഗിച്ച രീതിയിലല്ല വിളക്കല്ല ഇന്ന് നമ്മുടെ വീട്ടിലുള്ളത്. പണ്ട് സ്കൂളിൽ പഠിപ്പിക്കുന്ന രീതിയിലല്ല ഇന്ന് സ്കൂളിൽ പഠിപ്പിക്കുന്നത്. പണ്ട് യാത്ര ചെയ്തിരുന്ന രീതിയിലല്ല ഇന്ന് യാത്ര ചെയ്യുന്നത്. പണ്ട് നമ്മൾ ഏതെല്ലാം വീക്ഷണങ്ങൾ വെച്ച് പുലർത്തിയിരുന്നോ ആ വീക്ഷണം അല്ല ഇന്ന്. നമ്മളുടെ രാജ്യവും ലോകവും നമ്മളുടെ ചുറ്റുപാടുകളും കുടുംബവും നമ്മളും മാറുന്നു. അതനുസരിച്ച് പഴമയിൽ പുതുമ ചേർത്ത് ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള 2 എക്സ്ട്രീം എൻഡുകളല്ല, ഒന്നും ശരിയല്ല എന്നുള്ള എക്സ്ട്രീം എൻഡ്, എല്ലാം ശരിയാണെന്നുള്ള എക്സ്ട്രീം എൻഡ്, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് ശരികളുള്ളത് നമുക്ക് എടുക്കണം എന്നൊരു എൻഡ്, അത് എവിടെയുള്ള നന്മകളും എടുക്കണം എന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ ക്ലാസ് എടുത്തു. അത് മാത്രമല്ല, ഏറ്റവും സന്തോഷം തോന്നിയത് ഈ നാരായണീയത്തിൽ
ശരിക്ക് ആയുരാരോഗ്യ സൗഖ്യം കൃഷ്ണ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ നാരായണീയത്തിൽ ആയുരാരോഗ്യ സൗഖ്യം എന്നുള്ളത് ആ എന്ന് പറഞ്ഞാൽ 0, യാ എന്ന് പറഞ്ഞാൽ 1, രാ എന്ന് പറഞ്ഞാൽ 2, രോ എന്ന് പറഞ്ഞാൽ 2, ഗ്യായിലെ യ 1, സൗഖ്യത്തിലെ സ 7, ഹ്യം 1. അപ്പോൾ കലിയുഗം തുടങ്ങി 17,12,210 ദിവസം കഴിഞ്ഞിട്ടാണ് നാരായണീയം എഴുതി തീർത്തത് എന്ന് വിവരിച്ചു. എന്നിട്ട് ഈ നാരായണീയത്തിൻ്റെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന സത്രത്തിൽ ഈ നാരായണീയം മാത്രമല്ല, ഇതിനകത്ത് ഇങ്ങനൊരു വാക്കുള്ളത് കൊണ്ട് നിങ്ങൾ കടപയാതി നമ്പർ സിസ്റ്റം പഠിക്കണം. ഇന്ന് കേരളത്തിൽ കടപയാതി നമ്പർ സിസ്റ്റം അറിയുന്നവരാരും ഇല്ല. അതുകൊണ്ട് നിങ്ങളത് പഠിക്കണമെന്ന് പറഞ്ഞ് പ്രിന്റഡ് നോട്ട് കടപയാതി സിസ്റ്റത്തിൻ്റെ കയ്യിൽ കൊടുത്ത് 45 മിനിറ്റ് അതിഗംഭീരമായിട്ട് അത് അവരെ പഠിപ്പിച്ചു. 1200 1300 പേരുണ്ടായിരുന്നു. അതിലേതാണ്ട് ഭൂരിഭാഗം വ്യക്തികൾക്കും കടപയാതി നമ്പർ സിസ്റ്റം മനസ്സിലായി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇനി മനസ്സിലാകാത്തവർ ചായ കുടിക്കുമ്പോഴും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോഴും തമ്മിൽ ചർച്ച ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക. ഇപ്പം നാരായണീയ ആ സത്രത്തിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു നമ്പർ സിസ്റ്റം, മാത്തമാറ്റിക്സ്, അതാണ് യഥാർത്ഥത്തിൽ വിവരിച്ചു കൊടുത്തത്. അവർക്ക് അത്ഭുതം തോന്നിയത്. അപ്പോൾ ശരിക്കും നമ്മളുടെ ഭാഗവത സപ്താഹങ്ങളും നമ്മളുടെ നാരായണീയവും ഭഗവത്ഗീതയും രാമായണ മാസാചരണവും പ്രതിഷ്ഠാദിനവും നമ്മുടെ ക്ഷേത്ര ഉത്സവങ്ങളും എല്ലാം അടിമുടി മാറണം. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് സ്വാമിയാർ മഠത്തിലെ നാരായണീയ സത്രത്തോടനുബന്ധിച്ച് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഒരവിയല്, സാമ്പാർ, ചോറ്, പിക്കിൾസ് മാത്രം. എനിക്ക് ഏറ്റവും അധികം സന്തോഷം തോന്നിയതാണ്. ഹൈ ക്വാളിറ്റി 3 ഐറ്റമേ ഉള്ളൂ ചോറിൻ്റെ കൂട്ടത്തിൽ. പപ്പടം ഇല്ല, പായസം ഇല്ല, ഒന്നുമില്ല. ഞാനത് നിങ്ങളോട് എടുത്തു പറയാൻ കാരണം, ഇത് കൊടുക്കുമ്പോൾ വിളമ്പുമ്പോൾ എൻ്റെ അടുത്ത് അവിടെയുള്ളവർ പറഞ്ഞു, സാറേ ഇത്ര ഐറ്റം ആണെങ്കിൽ ഊണ് കഴിക്കാൻ മാത്രമായിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നതിനെ തടയാൻ സാധിക്കും. ഇതിനകത്തുള്ളവർ മാത്രമേ ഊണ് കഴിക്കാൻ വരുള്ളൂ. അപ്പോൾ ഭാഗവതത്തിനോ നാരായണീയത്തിനോ ക്ഷേത്ര കാര്യങ്ങൾക്കോ പങ്കെടുക്കാത്തവരെ ഊണ് കഴിക്കാൻ വേണ്ടി മാത്രം അമ്പലത്തിൽ വന്ന് പൊടിയും തട്ടി തിരിച്ചു പോകുന്ന ഒരവസ്ഥ ഒഴിവാക്കണം. വഴിയെ കൂടെ പോകുന്ന വീട്ടിൽ ഇഷ്ടംമാതിരി ഭക്ഷണം കഴിക്കാനുള്ള കുറേ പേർക്ക് തിന്നാനുള്ള വേദിയല്ല അമ്പലത്തിലെ ഉത്സവങ്ങളും അമ്പലത്തിലെ നാരായണീയ ഭാഗവത സത്രവും എന്ന് ഓർമ്മിപ്പിക്കുന്ന ധന്യമായ അനുഭവം. എന്നാൽ നല്ല ഭക്ഷണമായിരുന്നു, ക്വാളിറ്റി ഉഗ്രനായിരുന്നു, ക്വാണ്ടിറ്റി ലിമിറ്റഡ് ആയിരുന്നു. അത് ശരിക്ക് അവിടെ എഫക്റ്റ് ചെയ്യുകയും ചെയ്തു. അതിനെക്കുറിച്ച് കൂടി ഞാൻ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അസാധാരണമാം വിധത്തിൽ ആദരവും ബഹുമാനവും ലഭിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇത് ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിക്കുള്ളതല്ല, ഇത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനും ഈ ഭാരത മാതാവിനും നമ്മുടെ ഋഷീശ്വരന്മാർക്കുമുള്ള വന്ദനമാണ്. ഞാൻ അവർ പറഞ്ഞത് എൻ്റെതായ ഭാഷാ പ്രയോഗത്തിലൂടെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കടപയാതി നമ്പർ സിസ്റ്റം പഠിക്കാൻ ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ടാവണമെന്നും അതുപോലെ നാരായണീയം ഇന്നത്തെ കാലഘട്ടത്തിൽ യോജിച്ച വിധത്തിൽ പഠിപ്പിക്കണമെന്നും പ്രചരിപ്പിക്കണമെന്നും ഇതെല്ലാം പറഞ്ഞപ്പോൾ ഒരു അസാധാരണമായിട്ടുള്ള റെസ്പോൺസ് കണ്ടപ്പോൾ നമ്മളുടെ നാട്, മനുഷ്യ മനസ്സ് എത്ര ഗംഭീരമായിട്ടാണ് മാറുന്നത് എന്ന് നേരിട്ട് കാണാൻ സാധിച്ചു. ഇത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ കാരണം, പലപ്പോഴും പല സ്ഥലത്തും പ്രഭാഷണം നടത്തി അത് കഴിഞ്ഞാൽ സാധാരണ വ്യക്തികൾ ചോദിക്കാറുണ്ട്, അവിടുത്തെ പ്രഭാഷണം അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ സാറേ? അവിടെ ഞങ്ങൾ കേട്ടു, വളരെ നന്നായിരുന്നു, മറ്റുള്ളവർക്ക് കൂടി അത് പ്രയോജനപ്പെടണം എന്ന് ഉള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. എല്ലായിടത്തും ഇത് വീഡിയോ എടുത്തൊന്നും വരില്ല. ഏതായാലും സ്വാമിയാർ മഠത്തിലെ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് കേബിൾ വഴിക്ക് ടി വിയിലൂടെ കാണിക്കുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഏതായാലും ഗൂഗിൾ സെർച്ച് വഴിക്ക് അത് പോയിരുന്നു. അങ്ങനെ കുറേയധികം അൾട്രാ മോഡേൺ സയൻറ്റിഫിക് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും ഈ നാടിൻ്റെ പൈതൃകം പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടിയിട്ട് ഉപയോഗിപ്പിക്കുന്ന ഒരു കാഴ്ച. അത് നിങ്ങളും നമ്മളും പ്രയോജനപ്പെടണം. ഭാരതത്തിലെ ഹൈന്ദവ ധർമ്മത്തിന് ശരിക്കും ന്യൂനപക്ഷങ്ങൾ മതപരിവർത്തനത്തിലൂടെ ഒരു വെല്ലുവിളി ഉയർത്തുമ്പോൾ
രാഷ്ട്രീയക്കാരും മതേതരത്വത്തിൻ്റെയും ന്യൂനപക്ഷ സംരക്ഷണത്തിൻ്റെയും അവരെ വോട്ട് ബാങ്കാക്കി മാറ്റുന്നതിൻ്റെയും പേരിൽ ഓരോന്നും ചെയ്യുമ്പോൾ ഹൈന്ദവ ജനതയ്ക്ക് സ്വന്തം കാലിൽ നിന്ന് നമുക്ക് നമ്മുടേതായ ധർമ്മം പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കാനും അത് സംഘടിപ്പിച്ചത് യൂട്യൂബിലൂടെയോ അല്ലെങ്കിൽ CD-യിലൂടെയോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെയോ പ്രചരിപ്പിക്കാനുമെല്ലാം സാധിക്കട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കാൻ കൂടി വേണ്ടിയാണ് ഇങ്ങനെ ഒരു വിവരണം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത്. പ്രണാമം, നമസ്കാരം.